ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഒമാൻ പര്യടനം തുടരുന്നു. ഈജിപ്ത് തുർക്കി വിദേശകാര്യ മന്ത്രിമാരുമായ അബ്ബാസ് റാഖ്ചി ടെലിഫോണിൽ ചർച്ച നടത്തി അമേരിക്കയുമായി ആശയവിനിമയം തുടരുന്നതായി തുർക്കി അറിയിച്ചു. നേരിട്ടുള്ള ചർച്ചയ്ക്ക് ഇരുകൂട്ടരെയും പ്രേരിപ്പിക്കുമെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ വ്യക്തമാക്കി. ഒരു ഡയറക്ട് അമേരിക്ക ഇറാൻ ചർച്ചയ്ക്കായുള്ള നീക്കങ്ങൾ മധ്യസ്ഥ രാജ്യങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തതയിലേക്ക് എത്താൻ സമയമായിട്ടില്ല. എന്തായാലും ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാഖ് ഇന്ന് വൈകിട്ട് ഇസ്ലാമാബാദിൽ എത്തുമെന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് നേരത്തെ പാകിസ്ഥാനിൽ നിന്ന് ചർച്ച പൂർത്തിയാക്കി തെഹ്റാനിലേക്ക് മടങ്ങിയ മറ്റൊരു ഇറാൻ സംഘവും ഇന്ന് രാത്രിയോടുകൂടി ഇസ്ലാമാബാദിൽ എത്തുന്നുണ്ട്. കാരണം പരമോന്നത ആത്മീയ നേതാവ് അതോടൊപ്പം തന്നെ IRGC നേതൃത്വം എന്നിവരുമായി കൂടിയാലോചനകൾ നടത്തിയിട്ടാണ് ആ സംഘം ഇസ്ലാമാബാദിലേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ ഒമാൻ ഉൾപ്പെടെയുള്ള വിവിധ മധ്യസ്ഥ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയാണ് അബ്ബാസ് സറാജിയും സംഘവും വീണ്ടും ഇസ്ലാമാബാദിൽ എത്തുന്നത്. തീർച്ചയായിട്ടും ഒരു നേരിട്ടുള്ള അമേരിക്കയുമായിട്ടുള്ള ഒരു ചർച്ച സാധ്യമാണോ എന്നാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ രണ്ടു കൂട്ടരോടും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ചില പ്രൊപ്പോസലുകൾ ഏറ്റവും അവസാനമായിട്ട് ഇറാൻ മുന്നോട്ടു വെച്ചിട്ടുണ്ട്. അത് കുറെയൊക്കെ റീസണബിൾ ആണ് എന്ന ഒരു പ്രതികരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മധ്യസ്ഥ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ പകരുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ നയതന്ത്രതലത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ ചർച്ച കൊണ്ടുപോകണമെങ്കിൽ ഇരുകൂട്ടരുടെയും ഭാഗത്തു നിന്നുള്ള വിട്ടുവീഴ്ചകൾ വേണം. പക്ഷേ ഇന്നിപ്പോ IRGC നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് ഓർമസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. നേരത്തെയുള്ള അതേ അവസ്ഥയിലേക്ക് ഓർമസിന് കൈവിട്ടു കൊടുക്കാൻ തങ്ങൾക്ക് സാധ്യമല്ല. പരമോന്നത ആത്മീയ നേതാവ് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഓർമസിന്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം തങ്ങളുടെ മാത്രം കയ്യിലായിരിക്കും. അതില പോകുന്ന കപ്പലുകൾക്ക് തങ്ങൾ തന്നെ കൃത്യമായിട്ടുള്ള ഏകോപനം വഹിക്കും എന്നത് ഉൾപ്പെടെയുള്ള ആ നിലപാട് ഇറാൻ കടുപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ യുറേനിയം സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും നേരത്തെയുള്ള പ്രഖ്യാപിത നിലപാടിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് ഇറാൻ അറിയിക്കുന്നത്. അപ്പോ ഇതിനോട് അമേരിക്ക എങ്ങനെ പ്രതികരിക്കും? ഏതെങ്കിലും അർത്ഥത്തിലുള്ള ചർച്ചയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇസ്ലാമാബാദിലേക്ക് എത്തൂ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടു. അതുകൊണ്ട് ഇന്നും നാളെയും ഒക്കെ നടക്കുന്ന ചർച്ചകൾ വളരെ നിർണായകമായിരിക്കും. നേരിട്ടുള്ള ഒരു ചർച്ച സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണവും ഇതുവരെ നൽകിയിട്ടുമില്ല. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റാഖ്ചിയുടെ ഒമാൻ പര്യടനമാണ് തുടരുന്നത്. ഈജിപ്ത് തുർക്കി വിദേശകാര്യമന്ത്രിമാരുമായും റാഖ്ചി ടെലിഫോണിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. മധ്യസ്ഥ നീക്കങ്ങളും സജീവമാണ്. കൂടുതൽ വിദേശ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.